2025 ബെസ്റ്റ് ത്രില്ലർ ഫിലിംസിന്റെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. സോ ഈ വീഡിയോ അതാണ്. ഇതിൽ ത്രില്ലേഴ്സ് മാത്രമല്ല, നമ്മൾ ക്രൈം ഡ്രാമാസ്, ഹൊറർ, സൈഫൈ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഇൻഡസ്ട്രി, മലയാളം മാത്രമല്ല, തമിഴ്, തെലുഗു, ഹിന്ദി, മറാഠി ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ളതും അത് മാത്രമല്ല വിദേശ സിനിമകളും എല്ലാം കൂടെ മിക്സ് ആക്കിയാണ് പറയുന്നത്. ടോപ്പ് 10, ടോപ്പ് 9 അങ്ങനെ റേറ്റിംഗിന്റെ ഓർഡറിലൊന്നുമല്ല, ഞാൻ കണ്ട ദിവസത്തിനനുസരിച്ച് ആ ഒരു ഓർഡറിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിന്റെ വ്യക്തിപരമായ ലിസ്റ്റ് മാത്രമാണ് അത് ഓർക്കുക. അപ്പോൾ 2025 ഞാൻ കണ്ടതിൽ മികച്ച ത്രില്ലറുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ബാ. ആദ്യം രേഖാചിത്രം. 1985 കാതോട് കാതോരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന ഒരു ക്രൈമിന്റെ അന്വേഷണം, വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കഥയാണ് സിനിമ പറഞ്ഞത്. വെറൈറ്റി ആയിരുന്നു ആ ഒരു കോൺസെപ്റ്റ് തന്നെ. ആസിഫ് അലി, അനശ്വര രാജൻ, സെറിൻ ഷിഹാബ് എന്നിവരുടെ ഗംഭീര പ്രകടനങ്ങളുമായിട്ട് വന്ന പടം. നെക്സ്റ്റ്, ഇതൊരു ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, ഡ്രാമയാണ്. പക്ഷെ ചെറിയൊരു ത്രില്ലർ എലമെന്റ് ഉള്ള ഒരു പടമായിരുന്നു, അതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ എന്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നായ പൊന്മാൻ. ബേസിലിന്റെ പ്രകടനം ഉഫ്. ഡേറ്റിംഗിന്റെ മോസ്റ്റ് മോഡേൺ ടെക്നിക്കൽ സൈഡും അതിന്റെ ഭീകരതയും കാണിച്ച് ത്രില്ലർ അടുപ്പിച്ചു പോയ മികച്ച ഒരു ഇംഗ്ലീഷ് ത്രില്ലർ കമ്പാനിയൻ. വളരെ ഡിഫറെന്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു കൺസെപ്റ്റുമായിട്ട് വന്ന ഒരു സൈഫൈ ത്രില്ലർ ആയിരുന്നു ഇത്. കിടിലൻ ഹൈടെക് വില്ലന്മാർക്കെതിരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തുറന്ന യുദ്ധം. പോയ വർഷത്തെ മികച്ച ഒരു ക്രൈം ത്രില്ലർ കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി. അടുത്തത് അല്പം പതിഞ്ഞ നാളത്തിലാണെങ്കിലും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു പോയ വർഷം വന്ന മലയാളം പടം ഔസേപ്പിന്റെ ഒസ്യത്ത്. ഒരു അണ്ടർ റേറ്റഡ് ജം എന്ന് പറയാം. മികച്ച ക്രൈം ത്രില്ലറുകൾ വരാറുള്ള കൊറിയൻ ഭാഷയിൽ നിന്നും കഴിഞ്ഞ വർഷം വന്ന അത്യാവശ്യം തൃപ്തി നൽകിയ ഒരു ത്രില്ലറായിരുന്നു റെവലേഷൻസ്. ഈ കടലിനടിയിലുള്ള കിലോമീറ്ററോളം നീളമുള്ള സബ്മറൈൻ പൈപ്പുകൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ റിയൽ ലൈഫ് സ്റ്റോറി ഒരു കിടിലൻ ത്രില്ലറായിട്ട് ഒരുക്കിയ ഒരു ഇംഗ്ലീഷ് സർവൈവൽ ത്രില്ലർ ആയിരുന്നു കഴിഞ്ഞ വർഷം റിലീസായ ലാസ്റ്റ് ബ്രത്ത്. യഥാർത്ഥ കഥ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ട് അവതരിപ്പിച്ച ഒരു പടം. കഴിഞ്ഞ വർഷം തെലുഗുവിൽ നിന്ന് വന്ന ഒരു മികച്ച ലീഗൽ ത്രില്ലർ എന്നോ അല്ലെങ്കിൽ കോർട്ട് റൂം ഡ്രാമ എന്നോ പറയാവുന്ന സിനിമ കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി. കഴിഞ്ഞ വർഷം മോഹൻലാലിന്റെ വക ഒരു മികച്ച ത്രില്ലർ, മികച്ച ബോക്സ് ഓഫീസ് വിജയം കൂടിയായ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും. ബോളിവുഡിൽ നിന്ന് വന്ന ഒരു അണ്ടർ റേറ്റഡ് സർവൈവൽ ത്രില്ലർ സ്റ്റോളൻ. എവിടെ നിന്നാണ്, ആരുടെ കയ്യിൽ നിന്നാണ് സർവൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ മെയിൻ പോയിന്റ്. ഒരമ്മയുടെ ജീവിതത്തിൽ ഒരു ദിവസം നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമായിട്ട് വന്ന ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ കം ക്രൈം ഡ്രാമ എന്ന് പറയാവുന്ന സ്ട്രോ. മികച്ച പ്രകടനങ്ങളുമായി കഴിഞ്ഞ വർഷം വന്ന മറ്റൊരു മികച്ച മലയാളം ക്രൈം ഡ്രാമ റോന്ത്. അങ്ങനെ അധികം ആരും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു അണ്ടർ റേറ്റഡ് ഇംഗ്ലീഷ് ത്രില്ലർ പടം കൂടിയാണ്. ഒരു തയ്യൽക്കാരി തുന്നിക്കെട്ടിയ ക്രൈം ത്രില്ലർ എന്നും പറയാം. സോറ്റോൺ. ഹൊററും മിസ്റ്ററിയും മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്ത മറ്റൊരു മികച്ച ഹോളിവുഡ് ത്രില്ലർ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു വെപ്പൺസ്. നിരവധി ഓസ്കാർ നോമിനേഷനുകൾ ലഭിച്ച മികച്ചൊരു ക്രൈം ഡ്രാമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തൊരുക്കിയ ഒരു വെറൈറ്റി സർവൈവൽ ത്രില്ലർ ആയിരുന്നു കഴിഞ്ഞ വർഷം റിലീസായ മറ്റൊരു ഇംഗ്ലീഷ് പടമായ ദ ലോസ്റ്റ് ബസ്. അതുപോലെ തന്നെ ഹോളിവുഡിൽ നിന്ന് വന്ന മറ്റൊരു വെറൈറ്റി വൈബ് ത്രില്ലർ ആയിരുന്നു കോട്ട് സ്റ്റീലിംഗ്. കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു പടമാണിത്. പിന്നെ ത്രില്ലർ എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, സൈഫൈ ആണ്, ബ്ലാക്ക് കോമഡി ആണ്. വളരെ ഡിഫറെന്റ് ആയ, ബ്രില്യന്റ് ആയ, വിയേർഡ് ആയ ഒരു കഥയുമായിട്ട് വന്ന മറ്റൊരു യോർഗോസ് ലാന്തിമോസ് പടമായിരുന്നു ബഗോണിയ. കഴിഞ്ഞ വർഷം വന്നതിൽ ഏറ്റവും മികച്ച പടങ്ങളിലൊന്നെന്ന് പറയാം. മലയാളത്തിൽ നിന്ന് വന്ന കിളി പറത്തുന്ന ഒരു ത്രില്ലർ കൂടിയായിരുന്നു. ഏറെ നിരൂപക പ്രശംസയും നേടിയ ബാഹുൽ രമേശ് ദിൻജിത്ത് അയ്യത്താൻ ടീമിന്റെ എക്കോ. ഓൾഡ് ബോയുടെ ഡയറക്ടർ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം റിലീസായ ഓസ്കാർ നോമിനേഷനൊക്കെ ലഭിച്ച ഒരു യുണീക്ക് ഡാർക്ക് കോമഡി ത്രില്ലർ നോ അതർ ചോയ്സ്. നമ്മുടെ മമ്മൂക്കയുടെ ഗംഭീര പ്രകടനവുമായിട്ട് അദ്ദേഹത്തിന്റെ വ്യത്യസ്ത വേഷവുമായിട്ട് കഴിഞ്ഞ ഡിസംബറിൽ റിലീസായ യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തൊരുക്കിയ മലയാളം ക്രൈം ഡ്രാമ കം ത്രില്ലർ കളങ്കാവൽ. നൈസ് ഔട്ട് ഫിലിം ഫ്രാഞ്ചൈസിൽ നിന്നും കഴിഞ്ഞ വർഷം വന്ന ഒരു വ്യത്യസ്തമായ മിസ്റ്ററി ത്രില്ലർ എന്ന് പറയാം. അസാധാരണമായ ഒരു മർഡർ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് വന്ന വേക്കപ്പ് ഡെഡ് മാൻ എ നൈസ് ഔട്ട് മിസ്റ്ററി. പതിഞ്ഞ താളത്തിൽ പോയി അവസാനം ഞെട്ടിച്ച ഒരു കിഡിലൻ സ്പാനിഷ് അഡ്വഞ്ചർ ത്രില്ലർ ആയിരുന്നു സിറാത്ത്. ഇത് OTT-യിൽ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ IFFK-യിൽ ഇത് തിയേറ്ററിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇനി എല്ലാവരുടെയും കപ്പ് ചായ അല്ലാത്ത ഒരു മികച്ച ഫ്രഞ്ച് ക്രൈം ഡ്രാമ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ദി സ്ട്രേഞ്ചർ. ഇതും ഞാൻ IFFK-യിലാണ് കണ്ടത്. അടുത്തതും ത്രില്ലർ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, ക്രൈം ഡ്രാമയാണ്. കഴിഞ്ഞ വർഷം തമിഴിൽ നിന്ന് വന്ന വൈകാരികമായിട്ടുള്ള ഒരു കഥ പറഞ്ഞ സിറൈ. അപ്പോൾ ഇത്രയുമാണ് ത്രില്ലർ സിനിമകളുടെ വിഭാഗത്തിൽ എനിക്ക് കഴിഞ്ഞ വർഷം റിലീസായതിൽ ഇഷ്ടപ്പെട്ട പടങ്ങളുടെ ലിസ്റ്റായിട്ട് പറയാനുള്ളത്. ഈ കൂട്ടത്തിൽ ക്രൈം ഡ്രാമകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ കഴിഞ്ഞ വർഷം കണ്ട ഹൊറർ സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മികച്ച സിനിമകൾ കൂടി ഞാൻ പറയുകയാണ്. ശരിക്കും 2024 ലാസ്റ്റിൽ US-ൽ ഇറങ്ങിയതാണെങ്കിലും ഇന്ത്യയിൽ 2025 ജനുവരിയിൽ റിലീസായ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു ഗോത്തിക് ഹൊറർ പടമായിരുന്നു നോസ്ഫെറാട്ടു. പിന്നെ നിരവധി ഓസ്കാർ നോമിനേഷനുകൾ ലഭിച്ച കഴിഞ്ഞ വർഷത്തെ ഒരു ഐക്കോണിക് ഹൊറർ പടം സിന്നേഴ്സ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കണ്ട ഒരു വെറൈറ്റി ഹൊറർ ഇംഗ്ലീഷ് ത്രില്ലർ ആയിരുന്നു ബ്രിങ് ഹെർ ബാക്ക്. കഴിഞ്ഞ വർഷം മറാഠിയിൽ നിന്ന് വന്ന ഒരു നല്ല ഹൊറർ ത്രില്ലർ ആയിരുന്നു ജരൺ. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് വന്ന മറ്റൊരു മികച്ച ഇംഗ്ലീഷ് ഹൊറർ ആയിരുന്നു
ടുഗദർ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കണ്ട ഒരു നല്ല കൊറിയൻ ഹൊറർ ത്രില്ലർ ആയിരുന്നു നോയ്സ്. വലിയ സംഭവമല്ല എങ്കിലും കണ്ടിരിക്കാൻ രസമുള്ള ഒരു ത്രില്ലറാണ്. മലയാളത്തിൽ നിന്നും കഴിഞ്ഞ വർഷം വന്ന നല്ലൊരു ഹൊറർ പടം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു പേരായിരിക്കും കൂടുതലായിട്ട് പറയുക, രാഹുൽ സദാശിവന്റെ DSRay. പിന്നെ കഴിഞ്ഞ വർഷം കണ്ടതിൽ ഒരു വ്യത്യസ്ത ഹൊറർ എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഹൊറർ ആണ് താനും. ഈ പടം ഈ വർഷം ഓസ്കാറിലും പോയിട്ടുള്ളതാണ്, ഫ്രാങ്കിൻസ്റ്റൈൻ, മരിക്കാത്ത മനുഷ്യത്വം. അപ്പോൾ ഇത്രയുമാണ് 2025 എനിക്ക് ഇഷ്ടപ്പെട്ട ഹൊറർ സിനിമകൾ. ഇനി കഴിഞ്ഞ വർഷം കണ്ട സീരീസുകളിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ത്രില്ലർ പ്ലസ് ഹൊറർ ജോണർ എല്ലാം കൂടി മിക്സ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ ഓറെ മർഡേഴ്സ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുള്ള ഒരു സ്വീഡിഷ് ക്രൈം ത്രില്ലർ ആയിരുന്നു. 2 കഥകൾ, അതായത് 2 കേസ് ഒരു സീരീസിൽ അന്വേഷിക്കുന്ന രീതിയിലാണ് ഈ കഥ ഒരുക്കിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. അതുപോലെ തന്നെ അഡലസൻസ് കഴിഞ്ഞ വർഷം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിംഗിൾ ഷോട്ട് സീരീസ് ആണ്. ഇത് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. പിന്നെ മികച്ചൊരു മിസ്റ്ററി ത്രില്ലർ സീരീസ് കൊറിയൻ ഭാഷയിൽ നിന്നും വന്ന കർമ്മയാണ്. അതുപോലെ ഹിന്ദിയിൽ നിന്നും കഴിഞ്ഞ വർഷം വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹൊറർ ത്രില്ലർ സീരീസ് ആയിരുന്നു പ്രൈം വീഡിയോയിലുള്ള ഖൗഫ്. മലയാളത്തിൽ നിന്നും നല്ലൊരു ത്രില്ലർ സീരീസിന്റെ 2nd സീസൺ കഴിഞ്ഞ വർഷവും വന്നിട്ട് ഗംഭീര അഭിപ്രായമൊക്കെ നേടിയായിരുന്നു. നമ്മുടെ ബാഹുൽ രമേശ് തിരക്കഥ ഒരുക്കിയ കേരള ക്രൈം ഫയൽസ് സീസൺ 2. അതുപോലെ എനിക്ക് കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നെറ്റ്ഫ്ലിക്സിൽ വന്ന മറ്റൊരു മികച്ച മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ് അൺടേംഡ്. നെറ്റ്ഫ്ലിക്സിൽ തന്നെ കഴിഞ്ഞ വർഷം കണ്ട നല്ലൊരു സ്പാനിഷ് ത്രില്ലർ സീരീസ് ആയിരുന്നു ടു ഗ്രേവ്സ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ കഴിഞ്ഞ വർഷം കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ ക്രൈം ഡ്രാമയാണ് ടാസ്ക്. നെറ്റ്ഫ്ലിക്സിൽ തന്നെ കണ്ട വേറൊരു മികച്ച സ്പാനിഷ് ത്രില്ലർ സീരീസ് ആയിരുന്നു ദ ക്രിസ്റ്റൽ കുക്കു. ഇറ്റ് സിനിമകളുടെ പ്രീക്വൽ ആയിട്ട് വന്ന ഒരു മികച്ച ഹൊറർ ത്രില്ലർ സീരീസ് ആയിരുന്നു ഹോട്ട്സ്റ്റാറിലുള്ള ഇറ്റ് വെൽക്കം ടു ഡെറി. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ വർഷം സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5. വേറൊന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്ന ഒരു വെറൈറ്റി ഇംഗ്ലീഷ് സൈഫൈ ത്രില്ലർ ആയിരുന്ന ദ കോപ്പൻഹേഗൻ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ വർഷം ഞാൻ കണ്ട ത്രില്ലർ ആൻഡ് ഹൊറർ സിനിമ പ്ലസ് സീരീസുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. മൊത്തം സിനിമകൾ ആൻഡ് സീരീസ് എല്ലാം കൂടി ഞാൻ 45 എണ്ണം കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആ പടം ഇല്ലേ, മറ്റേ പടം എന്തിനു വന്നു എന്നൊക്കെ ചോദിക്കരുത്, കാരണം ഇതെന്റെ പേഴ്സണൽ ലിസ്റ്റ് ആണ്. ഒപ്പം ഞാൻ കാണാതെ പോയ കുറച്ച് സിനിമകളുമുണ്ട്, അതിലും ചിലപ്പോൾ നല്ല പടങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാവാം. പിന്നെ ഇതിൽ മിക്ക സിനിമകളുടെയും സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. കൂടാതെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ നിങ്ങൾക്ക് കണ്ടതിൽ മികച്ചതായിട്ട് തോന്നിയ ത്രില്ലറുകൾ, അതിപ്പോൾ സിനിമയായാലും സീരീസ് ആയാലും ഏതൊക്കെയാണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി.